അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കും. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രജിത് മോഹൻ ചേർന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, പറയുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ 2023 തന്നെ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ CAG റിപ്പോർട്ട് കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ മാധ്യമ ശ്രദ്ധ വേണ്ടി വന്നോ? മാധ്യമങ്ങൾ ഈ വാർത്തകൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ വേണ്ടി വന്നോ ഇങ്ങനൊരു തീരുമാനം മുഖ്യമന്ത്രിക്ക് കൈക്കൊള്ളാൻ? എന്ന് മാത്രമല്ല, ഇപ്പോൾ എടുക്കുന്ന ഈ പ്രസ്താവനയിൽ നിന്ന് അത് നടപ്പിലാക്കും എന്ന് വിശ്വസിക്കാമോ? ഒട്ടനവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്നുള്ളതാണ് വീണ. പ്രത്യേകിച്ച് നേരത്തെ ഈ വിവരങ്ങൾ പുറത്തു വന്നു, CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് കയ്യിൽ വെച്ചുകൊണ്ട് സർക്കാർ കാര്യമായ നടപടി സ്വീകരിച്ചില്ല. പിന്നീട് ഇപ്പോൾ വീണ്ടും ഇത് മാധ്യമങ്ങളിലൂടെ വലിയ വിമർശനം നേരിട്ട സമയത്താണ് സർക്കാർ ഇത്തരത്തിലൊരു യോഗം ചേരുന്നതിന് പോലും തീരുമാനമെടുത്തത്. ഈ യോഗശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലാണ് ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ വാങ്ങിയിട്ടുള്ള സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ളവർക്കുമെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും. ഇതുപോലെ അനർഹമായി വാങ്ങിച്ചിട്ടുള്ള തുക അത് എത്ര രൂപയാണോ അതിന്റെ പലിശ അടക്കം തിരിച്ച് അടപ്പിക്കും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ശേഷം റിലീസിൽ പറയുന്നത്. ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ അനർഹരായിട്ടുള്ള ആളുകൾ ഈ ലിസ്റ്റിൽ കയറിക്കൂടാൻ വഴിയൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഈ നേരത്തെ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ അനർഹരായി ഈ ലിസ്റ്റിൽ കയറിക്കൂടിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടികളടക്കം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തമായ മറുപടി സർക്കാർ നൽകുന്നില്ല. സർക്കാർ ഇപ്പോഴും കേസെടുക്കുന്നതോ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. വകുപ്പ് തല നടപടി എന്നുള്ള ശക്തി കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ദുർബലമായ നടപടിയിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. ഇടതുപക്ഷ യൂണിയനുകളുടെയൊക്കെ സമ്മർദ്ദം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ യൂണിയനുകളെയും ജീവനക്കാരെയും പിണക്കുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതോടൊപ്പം ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട് സാമൂഹ്യക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ കർശനമാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലും ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. അതിന് കൃത്യമായി പറയുന്നത് ഈ മരണപ്പെട്ടവരെയൊക്കെ കൺകറന്റ് ലിസ്റ്റിംഗിൽ മസ്റ്ററിംഗ് നടത്തിയ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകും. ഇതിനായി ഫേസ് ഓതന്റിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തും. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മുഖ്യമന്ത്രി പറയുന്ന ഒരു പ്രത്യേക വാക്ക്, ഈ സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ല എന്നുള്ളത് മുഖ്യമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെ നടന്ന ഈ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ നിയമ നടപടി സർക്കാർ സ്വീകരിക്കാത്തതെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുക്കുമോ, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ വ്യാജരേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായി കേസ് എടുത്ത് FIR രജിസ്റ്റർ ചെയ്തുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാത്തത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. അതിന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെയാണ്, ഇടത് ജീവനക്കാരുടെ സംഘടനകളെ പിണക്കാൻ സർക്കാർ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കെതിരെ നടപടി ഉണ്ടാകും. അനധികൃതമായി പെൻഷൻ വാങ്ങിയിട്ടുള്ള സർക്കാർ ജീവനക്കാർക്ക് പുറത്തുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ഈ ക്ഷേമ പെൻഷൻകാരുടെ അർഹത, ആ ലിസ്റ്റുകൾ അത് പൂർണ്ണമായി വിലയിരുത്തും എന്നുള്ള തീരുമാനത്തിലേക്കും സർക്കാർ പോയിട്ടുണ്ട്. അതായത് ഈ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു പരിശോധന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളുടെയും യോഗ്യത പരിശോധിക്കും. അവർ ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ വസ്തുതകളൊക്കെ പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ പോകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി അടുത്ത ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഉത്തരവോടെ നിലനിൽക്കുന്നുണ്ട്. ശരി.